ദാ നമ്മുടെ മത്തിയൊക്കെ നല്ല പോലെ വെട്ടി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുത്താൽ ഉലുവയൊക്കെ മൂത്ത് വന്നപ്പം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നപ്പം നമ്മളിതാ ഒന്ന് ചെറുതായിട്ട് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒരു 3-4 പച്ചമുളക് കീറിയിട്ടത്, കുറച്ച് കറിവേപ്പില, ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, ഒരു 1.5 സ്പൂൺ ഉണ്ടാവുക, കുറച്ച് വെള്ളം ഒഴിച്ച് അവിടെ വെച്ച് നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നേരെ എണ്ണയിലോട്ട് ഇടുമ്പം കരിഞ്ഞു പോവാതിരിക്കാനൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. വഴറ്റിയെടുക്കണം. നുള്ള വെള്ളവേ. പച്ചമുളക് അത്രയും ചേർത്തേക്കുന്നതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചത് കേട്ടോ. ചൂടായി തിളച്ച് വെട്ടെ. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ നെല്ലിക്ക ആയതുകൊണ്ടാണ് ഒന്ന് അരിഞ്ഞത്. 3 എണ്ണം എടുത്തിട്ടുണ്ട്. കുറച്ച് മത്തിയിലുള്ളൂ. വലുതായതുകൊണ്ടൊന്ന് അരിഞ്ഞിട്ടതാ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം പുളിയും കൂടെ ഇടണം കേട്ടോ. മീൻകറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. കുറച്ചും കൂടെ വെള്ളം വേണേ. മീൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തേ. നന്നായിട്ട് തിളക്കട്ടെ. മസാലയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാവേ. പിന്നെ ഇത് ചെറു തീയിലിരുന്ന് നല്ല പോലെ വേകട്ടെ. മീനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് മാറിയത് കണ്ടോ. ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണേ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് എന്നാണെന്നറിയോ? കുറച്ച് 1 പാല. അത് നിങ്ങളുടെ പാകത്തിന് ഇച്ചിരി അങ്ങ് ഒഴിച്ചോട്ടോ. കണ്ടോ, നെല്ലിക്കയൊക്കെ നന്നായിട്ട് വെന്ത് കണ്ടോ. ആ നെല്ലിക്കായും മീനും എല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. 2 കറിവേപ്പില ഒന്നിടുക. അപ്പം നമ്മുടെ നെല്ലിക്കയും മത്തിയും കൂടെയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവരായിരിക്കും. ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേ. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. ബൈ.